विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन्निधि नामिने नमस्ते सरस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम राम हरे हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय निताय गौर हरि बोल हरि बोल निताय गौर हरि बोल जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव गुरुदेव जय जय गुरुदेव। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ഹരി ഓം തത്സത്. അപ്പൊ എല്ലാ ഭക്തജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം, പ്രണാമം. हरे എല്ലാവർക്കും कृष्णा। दंडवत प्रणाम प्रभु जी। हरि बोल। दंड प्रणाम दंडवत प्रणाम। दंड
എല്ലാവർക്കും മറ്റൊരു ഭഗവത്ഗീതയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മള് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 14, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, ശ്ലോകം 12. അപ്പോ 14 12 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തെ വിവൃദ്ധേ ഭരതർഷഭ. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തെ വിവൃദ്ധേ ഭരതർഷഭ. ലോഭ പ്രവൃത്തി ആരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തെ വിവൃദ്ധേ ഭരതർഷഭ. ഹേ ഭരതശ്രേഷ്ഠ, രജോ ഗുണം വർദ്ധിക്കുമ്പോൾ അതിയായ ആസക്തി, ഫലോദിഷ്ടമായ പ്രവർത്തനം, കഠിനമായ പ്രയത്നം, അടക്കാനാവാത്ത ആഗ്രഹം, മോഹാവേശം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകും. ഭാവാർത്ഥം. ജയ് ശീല പ്രഭുപാദ്. ശീല പ്രഭുപാദ് കി ജയ്. രജോ ഗുണ സ്വഭാവി തനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനത്താൽ ഒരിക്കലും സംതൃപ്തനാകാറില്ല. അത് ഉയർത്താനായി ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. തനിക്ക് ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൊട്ടാരം പോലെയുള്ള ഒന്നാവണമെന്നായിരിക്കും ഉദ്ദേശിക്കുക. താൻ അതിൽ എന്നൊന്നും താമസിക്കാൻ പോകുന്നു എന്നാണ് അയാളുടെ വിചാരം. അയാൾക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ അത്യാർത്തിയുണ്ട്, അതിന് അറുതിയില്ല. ആ വീട്ടിൽ കുടുംബസമേതം താമസിച്ച് എന്നെന്നും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. രജോ ഗുണത്തിന്റെ സ്വഭാവമാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാക്കയാ ചക്ഷുരുന്മീലിതമേന ശ്രീ ഗുരുവേ നമഃ. नमः ओम विष्णुपदाय कृष्णप्रसाय भूतले श्रीमते जयपथा कृष्णमणि नामनि नमाचार्य पताय नित्याय कृपा गुरु गुरु राम तारे. नमः ओम विष्णुपदाय कृष्णप्रसाय भूतले श्रीमते भक्तिवेदांत स्वामिनि नामनि नमस्ते सरस्वती देवी गौरी वाणी प्रचारिणि निर्विशेष शून्यवादी पाश्चात्य देशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिव सद्गुरु भक्त वृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे കൃഷ്ണ. ഈ ശ്ലോകം വായിക്കുമ്പോൾ, 14 12 ശ്ലോകം വായിക്കുമ്പോൾ, അതിന്റെ ഭാവാർത്ഥം വായിക്കുമ്പോഴൊക്കെ ശരിക്കും ഞാൻ എന്നെ തന്നെയാണ് ഓർക്കുക. ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയ ഒരവസരമാണ്. എൻ്റെ അച്ഛന് ഞാൻ ഗൾഫിലോട്ടൊന്നും പോകുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാവണമെന്നായിരുന്നു താല്പര്യം. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നിനക്കൊരു വീട് വെക്കണം, നിനക്കൊരു വീട് വേണം. ആ വീട് വെക്കാൻ വേണ്ടി നീ ഗൾഫിൽ പോയിക്കോളൂ. വീട് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ മാക്സിമം ഒരു 5 വർഷത്തേക്കാണ് എന്നെ ഗൾഫിലേക്ക് വിടുന്നത്. ഞാൻ ആദ്യം മസ്കറ്റിലാണ് പോയത്. വീട് വെച്ചു. വീട് വെച്ചപ്പോ അടുത്ത ആഗ്രഹങ്ങൾ വന്നു. വീണ്ടും ഒരു 5 കൊല്ലം കൂടെ എക്സ്റ്റൻഷൻ തന്നു അച്ഛൻ. അത് കഴിഞ്ഞപ്പോ വേറെ കുറച്ച് കാര്യങ്ങൾ വന്നു. അപ്പൊ വീണ്ടും ഒരു 5 കൊല്ലം കൂടെ എക്സ്റ്റൻഷൻ തന്നു. അച്ഛൻ ഓരോ പ്രാവശ്യം തരുമ്പോഴും അച്ഛന്റെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു എക്സ്റ്റൻഷൻ തരുമ്പോൾ അച്ഛൻ ഭയങ്കര പ്രയാസമാണ്. എന്റെ മോനെ എന്റെ അടുത്ത് മരിച്ചു പോകുന്നുള്ള ഒരു ഭയമുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്നാണ് ഒരു താല്പര്യം. അതുകൊണ്ടായിരിക്കാം അല്ലെ നമ്മളോടൊക്കെ മക്കളോടൊക്കെ അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ ഈ ശ്ലോകം വായിക്കുമ്പോഴൊക്കെ അതാണ് ഞാൻ ആലോചിച്ചത്. അപ്പൊ ഈ 5 കൊല്ലത്തേക്ക് പോയിട്ട് ഞാൻ ഏതാണ്ട് ഒരു 30 കൊല്ലം ഗൾഫിൽ കഴിഞ്ഞതിനാണ്. 10 കൊല്ലം മസ്കറ്റിലും ഒരു 20 കൊല്ലം ദോഹയിലും
ഉം, കഴിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അല്ലേ? അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. ഞാൻ എന്റെ ഒരു ഒന്ന് എന്റെ എന്താണ് സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്തൊന്ന് മാത്രം. അപ്പൊ ഇവിടെ അർജുനൻ ചോദിക്കുകയാണ്, എന്താണ് ഭക്തിയുടെ സേവനമാണോ വലുത്, അതോ അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നതാണോ വലുത്? അവ്യക്ത ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ? ബ്രഹ്മം, ബ്രഹ്മത്തിൽ പോയി ലയിക്കാനാണ് ആൾക്കാർ ശ്രമിക്കുന്നത്. അല്ലേ? വലിയ മണ്ടത്തരമാണ്. അല്ലേ? നമ്മൾ അവിടെ പോയാലും തിരിച്ചു വരേണ്ടി വരും. അല്ലേ? തിരിച്ചു വരേണ്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ എന്തിനാ പോകുന്നത്? അപ്പൊ അതാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്, എന്താണ് ഭക്തിയുടെ സേവനമാണോ വലുത്, അതോ എന്താണ് അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നതാണോ വലുതെന്നാണ് എന്നാണ് എന്താണ് നമ്മുടെ അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ പെട്ടെന്ന് ഉത്തരം പറയാണ്. എന്താ പറഞ്ഞത്? ഭക്തിയുടെ സേവനമാണ് വലുത്. നീ മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലെ? ഭക്തിയുടെ അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ എന്താ പറഞ്ഞത് അതങ്ങോട്ട് ചെയ്യാം. അല്ലെ? ഭക്തിയുടെ സേവനം. ഈ ഭക്തിയുടെ സേവനത്തിലൂടെ മാത്രമേ നമുക്ക് ഭക്തി കിട്ടത്തുള്ളൂ, ഭക്തിയുടെ വിത്ത് കിട്ടത്തുള്ളൂ. അല്ലെ? പ്രഭുപാദർ എപ്പോഴും പറയുന്നത് എന്താണ്? ഭക്തി എന്ന് ഒരിക്കലും അദ്ദേഹം ഒറ്റയ്ക്ക് പറയത്തില്ല. അദ്ദേഹം എപ്പോഴും ഭക്തിയുടെ സേവനം, അതായത് ആ സേവനവുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? ഭക്തി. അപ്പോ സേവനം ചെയ്യാത്ത ആർക്കും തന്നെ യഥാർത്ഥമായിട്ടുള്ള ഭക്തി കിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഇവിടെ ഭഗവാൻ പറയും, അല്ലെ? ഭക്തിയുടെ സേവനമാണ് ഏറ്റവും ഉചിതം എന്ന് അർജുനനോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്താ വഴി? ഭക്തിയുടെ സേവനം, ഭഗവാനെ സേവിക്കാൻ എന്താ വഴി? അല്ലെ? ഭഗവാനെ സേവിക്കുക എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നതും ഭഗവാനെ സേവിക്കുന്നതും തുല്യമാണ്. ഭഗവാന്റെ ഭക്തന്മാർ ആരൊക്കെയാണ്? പ്രഭുപാദർ, അല്ലെ? നമ്മുടെ എന്താണ് ആ, എന്താണ് നമ്മുടെ ദീക്ഷാ ഗുരുക്കന്മാര്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ, അല്ലെ? അവരെന്താണോ പറയുന്നത് നമ്മൾ അതുപോലെ ചെയ്യും. വേറെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൂലങ്കഷമായിട്ട് വേറെ ഇതെന്താണ് എനിക്ക് നല്ലതെന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. അവരെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അതുപോലെ അങ്ങോട്ട് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി. അത്രയ്ക്ക് എളുപ്പമാണ് നമുക്ക്. അല്ലെ? നമ്മളൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഉം. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ സമാധാനപൂർവ്വം എന്നെ സേവിച്ച് എന്റെ പാദം പൂകണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അല്ലെ? പിന്നീട് അർജുനൻ നിർത്തുന്നില്ല. അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, ഈ പുരുഷൻ ആരാണ്? അല്ലെ? വീണ്ടും ചോദിക്കുകയാണ്, ഈ പുരുഷൻ ആരാണ്? പ്രകൃതി ആരാണ്? എന്താണ് ഈ ക്ഷേത്രം? ക്ഷേത്രം എന്താണ്? അല്ലെ? ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് എന്താണ്? എന്നൊക്കെ ആര് ചോദിക്കുന്നു? അർജുനൻ ചോദിക്കുകയാണ്. ഉം. ഈ 13-ാമത്തെ അധ്യായത്തിലും 14-ാമത്തെ അധ്യായത്തിലും ഇതിന്റെയൊക്കെ എന്താണ് ഉത്തരങ്ങൾ ഭഗവാൻ വളരെ വിശദമായി തന്നെ പറയുകയാണ്. 14-ാം അധ്യായം 3 ഗുണങ്ങളെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നു. അതാണ് നമ്മളിപ്പോ കാണുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഒരു കൊച്ചു കുട്ടിയോട് ഈ തമോ ഗുണത്തിനെ കുറിച്ചും രജോ ഗുണത്തിനെ കുറിച്ചും സത്വ ഗുണത്തിനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വല്ലതും മനസ്സിലാമോ? അതിനൊന്നും മനസ്സിലായില്ല. അല്ലെ? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എന്താണ് അതിനെ ഒരു പാവകളി, ഇങ്ങനെ പാവകളി കാണിക്കില്ല, നമ്മൾ പണ്ടൊക്കെ കാണിക്കുമല്ലോ, അല്ലെ? പാവകളി കാണിച്ചാൽ അത് അവിടെ ചിരിച്ച് സന്തോഷമായിട്ട്. അല്ലെ? നേരെ മറിച്ച് അത് ആ പാവകളി മുതിർന്നവരെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്രയും സന്തോഷം വരും. അവർക്കറിയാം ഇതിന്റെ പുറകിൽ ഒരുത്തൻ ഇങ്ങനെ, അല്ലെ, ഇങ്ങനെ കൈ കാണിക്കുകയാണ്, അതുകൊണ്ടാണ് പാവയിൽ കിടന്ന് ഡാൻസ് ഒക്കെ ചെയ്യുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു കുഞ്ഞിന് അതറിയില്ല. ആ നിഷ്കളങ്കരായിട്ടുള്ള ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഈ പാവകളി കണ്ട് ഭയങ്കരമായിട്ട് ആനന്ദിക്കും. അല്ലെ? കാരണം, അല്ലെ, ആ എന്താണ് ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഈ 3 ഗുണങ്ങളിലൂടെയാണ് അത് നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോ മുതിർന്നവർക്കാണ് അത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അല്ലെ? അതായത് സാധാരണ ഉള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല എന്നാണ്. അപ്പൊ സർവ്വചരാചരങ്ങളും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഈ 3 ഗുണങ്ങളിലൂടെയാണ് അത് നിയന്ത്രിക്കപ്പെടുന്നത്. അല്ലെ? അപ്പൊ നമുക്ക് രാവിലെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. ഗുണങ്ങളാണ്, ഈ 3 ഗുണങ്ങളാണ് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് പറയും. ഏഹ് ഇപ്പോ നമ്മള് നമുക്ക് ഈ ട്രാഫിക് ഫൈൻസ് ഒക്കെ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാത്തതുകൊണ്ടാണ്. അല്ലെ? നമ്മൾ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിനായിട്ടുള്ള ഫൈൻ കിട്ടും. അല്ലെ? നമ്മൾ സ്പീഡ് ചെയ്തു. പിന്നെ ചുവന്ന ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നിർത്തണമെന്നാണ് പറയും. നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കും. അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പാസ് ചെയ്യുമ്പോൾ അവർ നമുക്ക് ഫൈൻ അടിച്ചു തരുന്നത്. കാര്യം എന്താണ്? ഈ ഈ നിയമങ്ങളിലൂടെ മാത്രമേ അത് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഈ 3 ഗുണങ്ങൾ. ഭഗവാൻ ഇവിടെ പറയാണ്,
രാവിലെ എല്ലാവരും സത്വഗുണത്തിലായിരിക്കുമ്പോൾ അല്ലെ നമ്മൾ എന്ത് ചെയ്യും? കുളിച്ച് രാവിലെ മംഗളാരതിക്കൊക്കെ പോകും. ഉം. നമ്മളെ ശ്രീകൃഷ്ണ ബലരാം ടെമ്പിളിൽ മംഗളാരതി നമുക്കിപ്പോ കാണാം അല്ലെ? ഇപ്പൊ വീട്ടിൽ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ കാണാൻ പറ്റും. ഇപ്പൊ കുളിച്ചിട്ട് എന്ത് ചെയ്യണം? അമ്പലത്തിലോട്ട് പോകണം. അവിടെ ഇരുന്ന് അങ്ങ് ടി വി ഓൺ ചെയ്താൽ മതി, നമുക്ക് കാണാൻ പറ്റും അല്ലെ? അതിന്റെ എന്താണ് ലിങ്ക് ഒക്കെ എല്ലാവരും കിട്ടുന്നത്. മായപ്പൂർ അമ്പലത്തില്, വൃന്ദാവനത്തിലെ എല്ലാ അമ്പലങ്ങളുടെയും മംഗളാരതി നമുക്ക് കാണാൻ പറ്റും അല്ലെ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് അല്ലെ ശുദ്ധനായി അല്ലെ, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മൾ ഇരുന്ന് ഇത് കാണാൻ പറ്റും. സത്വഗുണത്തിലായിരിക്കുമ്പോൾ കുളിച്ച് മംഗളാരതിക്ക് പോകും അല്ലെ? അപ്പോ എന്നിട്ട് അവിടെ ഇരുന്ന് എന്ത് ചെയ്യും? നമ്മൾ ജപിക്കും. അപ്പൊ ഇപ്പൊ അമ്പലത്തിലുള്ളവർ എല്ലാവരും അവിടെ ഇരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. 7:30 വരെ അവരവിടെ ഇരുന്ന് ജപിക്കും. 16 റൗണ്ട് ക്ലിയർ ആയിട്ട് തീർക്കാൻ പറ്റും അല്ലെ? രജോ ഗുണത്തിലുള്ളവർ എന്ത് ചെയ്യും? ആ സമയം നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ കിടന്നുറങ്ങും, അല്ലെങ്കിൽ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോ ഈ മംഗളാരതിയുടെ ലിങ്ക് നോക്കാൻ വേണ്ടി തുറന്നതായിരിക്കും, പക്ഷെ മംഗളാരതിയുടെ ലിങ്ക് കിട്ടത്തില്ല. വേറെ പലതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ ചുരുട്ടിക്കൊണ്ടിരിക്കും അല്ലേ? മംഗളാരതി കഴിഞ്ഞാൽ നമ്മൾ ആ ചുരണ്ടക്കം തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് അതെന്തുകൊണ്ടാണ് നമ്മളെ ബാധിച്ചിരിക്കുന്ന രജോ ഗുണമാണ്. ആ രജോ ഗുണത്തിലായിരിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നുക അല്ലേ? അല്ലെങ്കിൽ എന്താണ്, രാവിലെ ആൾക്കാരുണ്ട്, സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സിനിമ കാണാതിരിക്കാൻ പറ്റത്തില്ല. രാവിലെ എണീറ്റ് ടി വി സിനിമ കണ്ടുകൊണ്ടിരിക്കും അല്ലെ? മറ്റു ചിലരാണെങ്കിലോ കിടന്നുറങ്ങും. ആ കിടന്നുറങ്ങുന്നവരെന്താണ്? അവർ തമോ ഗുണത്തിലായിരിക്കും അല്ലെ? അവർക്ക് ഉറങ്ങാനുള്ള താല്പര്യമാണെങ്കിൽ അവരെല്ലാവരും തമോ ഗുണത്തിലായിരിക്കും. നമ്മളും പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെ? രാവിലെ 9 മണി ആയിക്കഴിഞ്ഞാൽ എണീക്കത്തുള്ളായിരുന്നു. ഏഹ് അല്ലേ? അപ്പൊ അതെന്താണ്? നമ്മൾ തമോ ഗുണത്തിലായിരുന്നുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ ഉറങ്ങാൻ തോന്നുന്നത്. ഇനി രജോ ഗുണത്തിൽ വർദ്ധിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് വരും അല്ലെ? ആ അങ്ങനെ നമ്മളെ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കും. എന്താണ്? ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മളെ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കും. ഒരുപാട് ആഗ്രഹങ്ങൾ ഇങ്ങനെ തള്ളിക്കറിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലെ? പണ്ടൊക്കെ ഒരു ശരാശരി ആളുടെ മാസ വരുമാനം 3000 തൊട്ട് 4000 രൂപയായിരുന്നു. നമ്മളൊരു 10-20 കൊല്ലം മുമ്പേ ഒക്കെ എടുത്തു കഴിഞ്ഞാല് അല്ലെ, ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത് 3000 രൂപ, 4000 രൂപ. അപ്പോ അതേ സ്ഥാനത്ത് ഇന്നാണെങ്കിലോ ഈ 3000 ഒക്കെ 30,000-ആയി, 40,000-ആയി, 50,000-ആയി, 60,000-ആയി, 1,00,000 രൂപയായി അല്ലെ? ഓരോരുത്തർക്കും കിട്ടുന്ന ശമ്പളം അല്ലെ? അന്ന് ആണ് ഓക്കെ. അന്ന് അവരുടെ ആഗ്രഹങ്ങളും കൂടി വന്നു. ഈ പൈസ ശമ്പളം കൂടി വന്നപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും കൂടി വന്നു. 3000 രൂപ കിട്ടിയിരുന്നപ്പോൾ അവർ വളരെ സന്തോഷമായി സമാധാനമായി ജീവിച്ചു. എല്ലാവരുടെയും മുഖത്ത് ഒരു പ്രസരിപ്പുണ്ടായിരുന്നു, ഒരു സന്തോഷം, ഒരു ചിരി ഉണ്ടായിരുന്നു അല്ലെ? ഇന്ന് അതേ സ്ഥാനത്ത് 60,000 കിട്ടുമ്പോൾ അവർക്ക് സമാധാനമില്ല അല്ലെ? സന്തോഷമില്ല. പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളുമാണ് അല്ലെ? സ്വൈര്യമില്ല. മനസ്സിന് സന്തോഷമില്ലെങ്കിൽ സ്വൈര്യം ഉണ്ടാവില്ല അല്ലെ? ആരുടെ മുഖത്തും ഒരു പ്രസരിപ്പില്ല. എല്ലാവരും ഇങ്ങനെ വലിച്ചിറക്കി കെട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? അവരെ ആരും എന്തോ ചെയ്തതുപോലെയാണ്. എന്താ കാര്യം? അവരുടെ ഉള്ളിൽ ഇങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ അതിനെന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, EMI എങ്ങനെ അയക്കും അല്ലെ? അങ്ങനെ പല തരത്തിലുള്ള ചിന്തകളാണ് അവരെ അലട്ടുന്നത്. അതുകൊണ്ടാണ് അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ? രജോ ഗുണത്തിലാണെങ്കിലും തമോ ഗുണത്തിലാണെങ്കിലും അവരാരും സമാധാനപരമായി ജീവിക്കുന്നില്ല. പ്രഭുപാദര് ഇതെപ്പോഴും ചൂണ്ടിക്കാണിക്കാറുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ പോയ നാളിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അമേരിക്കയിൽ ഭൂരിഭാഗം ജനങ്ങളും ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി അലയുന്നവരാണ് എന്നാണ് ആ കവിതയുടെ സാരം അല്ലെ? എന്നിട്ട് ആ കവിതയിൽ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ഇവർക്കൊക്കെ ഈ വാസുദേവന്റെ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അല്ലെ എന്ന് എനിക്കറിയും. ഇവരെ ആരെയും കിട്ടുന്നില്ല കയ്യിൽ, അവരെങ്ങനെ പരക്കം പായുകയാണ്. പിന്നെ ആകപ്പാടെ ഉള്ളത് എഴിച്ചടക്കം വയ്യാത്ത കുറെ ഹിപ്പികളാണ്. കാരണം അവർ ഈ അടിച്ച് ബൂസ്റ്റ് ആയതുകൊണ്ട്, മയക്കുമരുന്നിന് അടിമയായതുകൊണ്ട് അവർക്ക് എഴിച്ചടക്കം പറ്റാത്തതുകൊണ്ട് അവർ അവിടെ തന്നെ ഇരിക്കുന്നു അല്ലേ? അവരെ മാത്രമേ കിട്ടുന്നുള്ളൂ ബാക്കി മറ്റുള്ള ബിസി ആൾക്കാരൊന്നും കിട്ടുന്നില്ല. കാര്യം അവര് രാവിലെ തൊട്ട് പരക്കം പായുക അല്ലെ? ഒരിക്കല് ഒരു പത്രപ്രവർത്തകൻ പ്രഭുപാദരോട് ചോദിച്ചു, അങ്ങേക്ക് ലണ്ടൻ എങ്ങനെ തോന്നും അല്ലെ? ഇപ്പൊ അദ്ദേഹം ലണ്ടനിൽ ഇരിക്കുവാണല്ലോ, അങ്ങേക്ക് ലണ്ടനെ കുറിച്ചിട്ട് എന്താ തോന്നുന്നത്? ഒരു സെക്കൻഡ് പോലും അദ്ദേഹത്തിന് ആലോചിക്കാൻ പറ്റി. അദ്ദേഹം ഉത്തരം പറഞ്ഞു, ലണ്ടൻ ഒരു ഹെല്ലാണ് അല്ലെ, ഒരു നരകമാണെന്ന്. എന്ത് ലണ്ടൻ? ഇവിടെ ഓരോരുത്തര് ലണ്ടനിൽ എപ്പോ പോകാൻ പറ്റുമെന്ന് ഇങ്ങനെ അല്ലേ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എപ്പോഴാണ് ആ വിസ കിട്ടുന്നത്, എനിക്ക് എപ്പോഴാണ് ടിക്കറ്റ് എടുക്കാൻ പറ്റുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലെ? അവിടെ പോയിട്ട് ഒരു ജോലി അന്വേഷിക്കണം എന്നും ഇപ്പോഴാണ് പ്രഭുപാദർ പറയുന്നത്.
ലണ്ടൻ എന്ന് പറയുന്നത് നരകമാണ്. പച്ചയ്ക്ക് പറഞ്ഞു അല്ലെ, ഒരു സെക്കൻഡ് പോലും ആലോചിച്ചില്ല അദ്ദേഹം. കാരണം അദ്ദേഹം അത് കാണുന്നുണ്ട്. ഏഹ് അല്ലേ? ആ, അപ്പൊ അത് നരകമാണ്. അവർക്ക് എല്ലാം ഉണ്ട് അല്ലെ, അവർക്ക് സമ്പത്തുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്തുണ്ട് അല്ലെ, ജോലി ഉണ്ടോ എന്ന് വെച്ചാൽ ജോലിയുണ്ട്, ഫാമിലി ഉണ്ടോ എന്ന് വെച്ചാൽ ഫാമിലി ഉണ്ട്. പക്ഷെ അവർ ഹാപ്പി അല്ല. ഏഹ് ഹാപ്പി അല്ലാത്ത സ്ഥലങ്ങളെല്ലാം എന്താണ്? നരക തുല്യമാണ്, നരകം തന്നെയാണ് അല്ലെ. അതുകൊണ്ടാണ് പ്രഭുപാദൻ അങ്ങനെ പെട്ടെന്ന് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പറഞ്ഞു അല്ലെ. ഈ മൂന്ന് ഗുണങ്ങൾ പഠിച്ചത് കൊണ്ട് എന്താണ് ഉം, എന്താണ് നമ്മുടെ ഉപയോഗം? ചിലർ പറയും, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് നേടാനാണ്? പണിയെടുത്ത് വല്ല പൈസ ഉണ്ടാക്കി മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെ എന്നാണ് ചിലർ ചോദിക്കുക. ഇനിയിപ്പോ ഈ രജോ ഗുണവും തമോ ഗുണവും സത്വ ഗുണവും ഒക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്നാണ് ചിലർ ചോദിക്കുക. നാം ഭഗവാന്റെ അംശമാണെന്നും നമ്മുടെ ലക്ഷ്യം തിരികെ ഭഗവത് ധാമത്തിൽ എത്തുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മളെല്ലാം ഭഗവാന്റെ അംശമാണ്, ഭഗവത് ധാമത്തിൽ നിന്ന് വന്നവരാണ്. അപ്പൊ നമ്മൾ തിരിച്ചെവിടെ പോകണം? നമ്മുടെ വീട്ടിലേക്ക് പോകണം അല്ലേ? രാവിലെ ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് എവിടെ ചെല്ലണം? തിരിച്ച് വീട്ടിൽ വരണം, എങ്കിലും നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എന്താണ്, ഒരു സുഖമുണ്ടാവുള്ളൂ. വേറെ എവിടെ പോയി താമസിച്ചാലും എത്രയൊക്കെ സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അല്ലെ, നമ്മളെ വീട്ടില് നമ്മുടെ കിടക്കയിൽ കിടന്നുറങ്ങുന്ന ഒരു സുഖം നമുക്ക് ഒരിക്കലും വേറെ എവിടത്തും കിട്ടുന്നില്ല അല്ലെ. അങ്ങനെയല്ലേ? ഏഹ് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എവിടുന്നാ വന്നത്? ഭഗവത് ധാമം അല്ലെ, ഗോലോക വൃന്ദാവനത്തിൽ നിന്നാണ് എല്ലാവരും വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് അവിടെ പോയാലേ നമുക്ക് മനസ്സുഖം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ സമാധാനം കിട്ടത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത് അല്ലെ. നാം ഭഗവാന്റെ അംശമാണെന്നും നമ്മുടെ ലക്ഷ്യം തിരികെ ഭഗവത് ധാമത്തിൽ എത്തുകയാണെന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. ആ ലക്ഷ്യം വളരെ ക്ലിയർ ആയിട്ട് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പൈലറ്റ് അറിഞ്ഞില്ലെങ്കിൽ അതിന് എത്ര നേരമാണ് ആകാശത്ത് ഇങ്ങനെ കറങ്ങാൻ പറ്റുക അല്ലേ? ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു, അപ്പോഴാണ് പൈലറ്റ് ആലോചിക്കും, ഞാൻ എങ്ങോട്ട് പോകും, എങ്ങോട്ടാണ് പോകേണ്ടത്, എനിക്കൊരു ലക്ഷ്യമില്ലല്ലോ. പറഞ്ഞ അല്ലേ, എന്ത് ചെയ്യും? അതിങ്ങനെ പോയി 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 ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഒരിടത്തും എത്തില്ല, ഒരു ലക്ഷ്യബോധം ഉണ്ടാവില്ല അല്ലേ. അതിന് എത്ര നേരം ആകാശത്ത് പറക്കാൻ നോക്കും? നമുക്ക് നമ്മുടെ യാത്ര എവിടെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് എന്താണ്? മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവ ആത്മാനം മത്മരായണം അല്ലെ. ഭഗവാൻ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിൽ മനസ്സുറപ്പിക്കുക, മന്മനാ ഭവ മദ്ഭക്തോ, ഭക്തനാവുക, എന്റെ ഭക്തനാവുക, എല്ലാവരും ഭക്തനാവുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യും. നമസ്കരിക്കുക, എന്നെ ആരാധിക്കുക അല്ലെ. എന്നിൽ തന്നെ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. നമ്മള് സദാ ഹരിയായിട്ടിരിക്കണം എന്നാണ് ഭഗവാനോട് പറയുന്നത് അല്ലെ. എപ്പോഴും നമ്മള് ഭഗവാനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയായിരിക്കണം. നമ്മൾ എന്ത് ചിന്തിച്ചു കഴിഞ്ഞാലും അതിനകത്ത് ഭഗവാനുമായിട്ടുള്ള ഒരു 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 ലിങ്ക് ഉണ്ടാവണം. ഭഗവാനുമായിട്ട് എന്തോ ബന്ധമുള്ള ഒരു കാര്യമായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെ. എന്നിൽ മനസ്സുറപ്പിക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എങ്കിൽ എന്നിൽ തന്നെ പൂർണ്ണമായും ഒഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്റെ ധാമത്തിൽ വരും, എന്നെ പ്രാപിക്കും എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. വേറൊരു ശ്ലോകമുണ്ട്, എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അല്ലെ, സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കും, ഭയപ്പെടേണ്ട. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ഇതാണ് അല്ലേ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം ഇതാണ്. ഞാൻ ഈ ധർമ്മങ്ങളൊക്കെ കളഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് നടക്കുമോ എന്നുള്ളൊരു സംശയം. നമ്മുടെ ആ സംശയം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഒരു സംശയ രോഗിയാണ് നമ്മളെല്ലാവരും അല്ലേ. കാര്യം എന്താണ്? അത് നടക്കുമോ, ഈ പറയുന്നൊക്കെ നടക്കൂ, നടന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എവിടെ എത്തും എന്നുള്ളൊരു ഭയമാണ്. സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. മാമേകം, എന്നെ തന്നെ, എന്നെ മാത്രം എന്നവിടെ പ്രത്യേകം പറയുന്നുണ്ട്. നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ 33 കോടി ദൈവങ്ങളുണ്ട് അല്ലേ, അതിൽ കുറെ വരെ കൂടെ നമ്മൾ പിടിച്ചു വെക്കും. എന്തിനാണ്? ഇത് നടന്നില്ലെങ്കിൽ അതെങ്കിലും നടക്കുമല്ലോ എന്നുള്ളൊരു ഒരു 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 എന്താണ്, ഒരു ആശ്വാസത്തിലാണ്. എന്താണ്, നമുക്ക് ആ വിശ്വാസമില്ല. ഇവിടെ പറയും, ഭവൻ എന്താ പറയുന്നത്? സർവധർമാൻ, എന്താ എല്ലാ ധർമ്മങ്ങളും വിട്ടേര്. എനിക്ക് ഒരുപാട് ധർമ്മങ്ങളുണ്ട്, അതെല്ലാം വിട്ടിട്ട് എന്നെ മാമേകം, മാം ഏകം എന്നവിടെ പ്രത്യേകം പറയുന്നുണ്ട്. നമ്മളെ കുറിച്ച് നന്നായിട്ട് ഭഗവാൻ അറിയാം അല്ലെ. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു ഭഗവാൻ നന്നായിട്ട് അറിയാം.
അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കീറി മുറിച്ച് പറയുന്നത്. അല്ലേ? മാമേകം ശരണം വൃജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അല്ലെ, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നെ രക്ഷിക്കും, ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം. അല്ലെ? ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അല്ലെ? ഈ ശ്ലോകങ്ങളൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കണം. ഉം. പ്രാവർത്തികമാക്കണം. ഈ ലക്ഷ്യം മനസ്സ് വെച്ചാല് എന്താണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. ഇതാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. മന്മനാഭവം മത്പത്മയും ഈ സർവധർമാൻ പരിത്യജ്യ നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനനുസരിച്ച് നമ്മൾ പെരുമാറുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വിജയിക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെ? സന്തോഷമായി ജീവിക്കാം. അതല്ലെങ്കിൽ നാം എന്താണ് മായാദേവിയാൽ വശീകരിക്കപ്പെടും, കുടുങ്ങിപ്പോകും. അല്ലെ? നമ്മൾ എല്ലാവരും കുടുങ്ങും. എന്താണ്? മായാദേവി നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അല്ലേ? ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഒരു വഴിയെന്ന് ഇവനെ തള്ളിയിടാനായിട്ട്. അവൻ മാറി ചിന്തിക്കുന്നില്ല, ഇപ്പോഴാണ് എന്റെ അവസരം എന്നും പറഞ്ഞൊരു ഒറ്റപ്പെട്ടുമായിരിക്കും. പിന്നെ നമ്മള് മംഗളാരതിയും ഇല്ല, ചാൻഡിങ്ങും ഇല്ല, ഈ രാവിലത്തെ സത്സംഗവും ഇല്ല. കുറെ കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്, ഷോടോ ഞാൻ എവിടെ പോയതാണ്, അല്ലേ? ഞാനിപ്പോ ഏത് പടുകുഴിയിലാണ് വീണ് കിടക്കുന്നതെന്ന്. അപ്പോഴാണ് നമുക്ക് ചിന്ത വരിക. അത് ഭഗവാൻ എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കും. കാര്യം എന്താണ്? ഭഗവാൻ നമ്മൾ എത്ര ദുഷ്ടനാണെങ്കിലും എത്ര വൃത്തികെട്ടവനാണെങ്കിലും അദ്ദേഹത്തിന്റെ താമരയിൽ തിരിച്ച് അവിടെ എത്തണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് താല്പര്യം. അല്ലേ? നമ്മുടെ വയസ്സായ അച്ഛനും അമ്മയ്ക്കൊക്കെ അതല്ലേ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം എന്നല്ലേ താല്പര്യം. അല്ലേ? അപ്പൊ പരംപിതാവായിട്ടുള്ള ഭഗവാൻ എന്തുമാത്രം ആഗ്രഹമായിരിക്കും നമ്മൾ എല്ലാവരും അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടാവണം. കാരണം നമ്മൾ എല്ലാവരും അദ്ദേഹത്തിന്റെ വളരെ പ്രിയപ്പെട്ട മക്കളാണ്. പക്ഷെ നമ്മള് അവിടുന്ന് എന്തിനോ വഴക്കിട്ട് താഴെ വന്നവർ. അല്ലെ? ഇവിടെ സുഖിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, ആനന്ദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വല്ല ആനന്ദം കിട്ടുന്നുണ്ടോ? ഇല്ല. അല്ലേ? ആനന്ദം എന്ന് പറയുന്നതൊന്നും ആനന്ദമേ അല്ല ഇവിടെ. ഉം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അല്ലെ? നമ്മുടെ മായയാൽ കുടുങ്ങിപ്പോകും. രജോ ഗുണത്തിലും തമോ ഗുണത്തിലും പെട്ടുഴലും. സത്വഗുണമേ ഉണ്ടാവില്ല. പഴയ കാലങ്ങളിൽ കൃഷ്ണാപൂരത്തിൽ നിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. എളുപ്പവുമായിരുന്നു. ഇന്ന് കാലത്ത് അത് അത്ര എളുപ്പം ലഭ്യമല്ല. അല്ലെ? ചുറ്റുപാടുകൾ ഒരുപാട് മാറി. ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മള് പണ്ടത്തെ കാലത്ത് അമ്പലങ്ങളിലൊക്കെ ഉത്സവം നടക്കും. എന്താണ് ബാലെ നടക്കും, നാടകം നടക്കും, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പല തരത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിലും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അല്ലെ? കുചേലവൃത്തം നാടകം, അല്ലെങ്കിൽ കഥകളി, ഭഗവാൻ രുക്മിണി സ്വയംവരം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കഥകളികളായിരുന്നു. ഇപ്പൊ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേറെ എന്തൊക്കെയോട് അവർ ആടി തകർക്കും. അപ്പൊ നമ്മുടെ സാഹചര്യങ്ങൾ മാറി. ഇനി ടി വി ഒന്ന് തുറന്നു നോക്കി കഴിഞ്ഞാൽ അവിടെ യുദ്ധം, ഇവിടെ യുദ്ധം, അവിടെ പിടിച്ചുപറി, ഇവിടെ മോഷണം, അല്ലേ? ഇതൊക്കെയൊക്കെ അതിലും കേൾക്കാനുണ്ട്. ഈ മൊബൈൽ എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിലും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ ഒരുപാട് മാറി. നമുക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെടാനായിട്ട് യാതൊരു സാഹചര്യവും ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലേ? അപ്പൊ അത്രയും നമ്മൾ സൂക്ഷിച്ച് നടന്നില്ല എങ്കിൽ നമ്മൾ മായാദേവി പിടിച്ചോണ്ട് പോകും. അല്ലേ? തീർച്ചയായിട്ടും അവർക്ക് വളരെ എളുപ്പമാണ് ഇപ്പൊ നമ്മൾ പിടിച്ചോണ്ട് പോകാൻ. അവരിങ്ങനെ അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡിയായിരിക്കാം മായാദേവി. പ്രഭുപാദരോട് ഒരു റിപ്പോർട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ക്ഷേത്രങ്ങൾ പണിയുന്നത്? ഏഹ് അപ്പൊ പ്രഭുപാദർ പറഞ്ഞു, ഞാനൊരു മരച്ചുവട്ടിൽ ഇരുന്നിട്ട് ഈ വെയിലും ഇതാണ് മഴയൊക്കെ ഉള്ള സമയത്ത് ഞാനൊരു മരച്ചുവട്ടിൽ ഇരുന്ന് ഭഗവത്ഗീതയോ ശ്രീമദ് ഭാഗവതമോ പഠിപ്പിച്ചാൽ ആരും അത് കേൾക്കാൻ അവിടെ ഉണ്ടാവില്ല. നേരെ മറിച്ച്, അല്ലെ, ഇങ്ങനെ ഒരു വലിയൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു അമ്പലം, ഒരു ടെമ്പിളിലാണെങ്കിൽ അതിന്റെ അകത്ത് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ അവിടെ ഇപ്പോഴത്തെ കംഫോർട്ട് സോൺസ് ഉണ്ട്. എന്താണ്? അവിടെ ഫാൻ ഉണ്ടാവും, AC ഉണ്ടാവും, അല്ലെ? ആൾക്കാരൊക്കെ സമാധാനമായിട്ട് എന്താണ് കസേര ഉണ്ടാവും. അവർക്ക് ഇപ്പൊ പലർക്കും തറയിരിക്കാൻ പറ്റില്ല, മുട്ടുവേദന, അവിടെ വേദന, ഇവിടെ വേദനയൊക്കെ, അല്ലെ? ചമ്രമണിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ആൾക്കാർ അങ്ങനെയാണ് ഇരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവരും കസേരയിലിരിക്കുക. എന്താ കാര്യം? മുട്ട് മടങ്ങത്തില്ല, കാല് മടങ്ങത്തില്ല, അല്ലെ? അങ്ങനെ നീട്ടി വെച്ചോണ്ടിരിക്കണം, നമ്മൾ കസേരയിൽ തന്നെ ഇരിക്കണം. അപ്പൊ അതിനൊക്കെയുള്ള കംഫർട്ട് സോൺസ് എവിടെയുണ്ട്? നമ്മളെ അമ്പലങ്ങളിലുണ്ട്. അതുകൊണ്ടാണ്. അപ്പോ ടെമ്പിളിൽ അകത്ത് വെച്ച് ക്ലാസ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഫാനും, അല്ലെ, AC ഒക്കെ ഉണ്ടാവും. ഇപ്പോ അവിടെ കംഫർട്ടായിട്ടിരുന്ന് ഇരിക്കുകയും, അല്ലെ, എന്താണ് കഥ കേൾക്കാനും അവിടെ സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പിളുകൾ പണിയുന്നതെന്നാണ് ആര് പറഞ്ഞത്? പ്രഭുപാദർ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ടെമ്പിൾ എന്നൊക്കെ പറയുന്നത് വേദ പഠനം നടത്തേണ്ട ഒരു സ്ഥലമാണ്. അല്ലെ? നമ്മള് നെടുമങ്ങാട്ട് പോയിട്ട് അവിടെ ഒരു സത്സംഗം തുടങ്ങാനായിട്ട്
പല ടെമ്പിളുകളിലും പല അമ്പലങ്ങളിലും പോയി ചോദിച്ചു. അവരാരും സ്ഥലം കൊടുത്തില്ല. കൊടുക്കും. മണിക്കൂറിന് എത്ര, 750 രൂപ അങ്ങനെ അങ്ങോട്ട് ചോദിച്ചു വരും. അല്ലേ, ഒരു മണിക്കൂറിന് 750 രൂപ വെച്ച് തരണം. ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലം കെട്ടിയത് എന്തിനാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താനാണ്. അവരവിടെ പൈസ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. കണ്ടില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കാൻ ആൾക്കാരുള്ളപ്പോൾ ഇതിനൊക്കെയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നുള്ളതാണ് അമ്പലങ്ങളുടെ ചുമതല. അത് അവർ മറന്നുപോകുന്നു. അവരത് ഓർക്കുന്നില്ല. കാര്യം എന്താണ്? ആർക്കും അതിനുള്ള താല്പര്യങ്ങളില്ല. ആൾക്കാർക്ക് പഠിപ്പിക്കണമെന്നൊക്കെ ഒരു താല്പര്യമില്ല. ഏ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രണ്ട് താല്പര്യം ഉണ്ടാകണം. അത് ഏതൊക്കെയാണ്? എനിക്ക് ഭഗവത്ഗീത വിശദമായി പഠിക്കണം എന്നുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാകും. പിന്നെയോ, മറ്റൊരു കാര്യമുള്ളത്, എനിക്കിനി മറ്റൊരു എന്താണ് ജന്മം വേണ്ട. ഇത് രണ്ടും നമ്മൾ മനസ്സിൽ ഉണ്ടാവണം. എന്തൊക്കെയാണപ്പോ? നമുക്ക് ഭഗവത്ഗീത നന്നായി വിശദമായിട്ട് പഠിക്കണം എന്നുള്ളൊരു താല്പര്യം. പിന്നെയോ രണ്ടാമത്തെ താല്പര്യം എന്താണ്? ഇനി എനിക്കൊരു ജന്മം വേണ്ട എന്നുള്ളൊരു താല്പര്യം. അല്ലെ, എനിക്ക് എത്രയും പെട്ടെന്ന് ഭഗവത് ധാമത്തിൽ എത്തിയാൽ മതി എന്നുള്ള താല്പര്യം. എന്ന് പറഞ്ഞിപ്പോ ഇന്ന് വൈകിട്ട് തന്നെ കുടുംബവും വിട്ട്, അല്ലെ, എല്ലാം വിട്ടിട്ട് ഇറങ്ങി ഓടണമെന്നല്ലേ പറഞ്ഞു. അതിന് ഒരിക്കലും നമ്മൾ സന്യസിക്കാൻ ഈ കലിയുഗത്തിൽ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമമാണ്. അപ്പോ ഭാര്യയും മക്കളും ഭർത്താവുമായിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് അവരെല്ലാവരും തന്നെ ഒരേപോലെ ഭഗവത് എന്താണ് സേവയൊക്കെ ചെയ്ത് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച്, അല്ലെ, ഇനി ഒരു ജന്മം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ഗ്രഹത്തിനകത്ത് തന്നെ വർത്തിക്കണമെന്ന് പറയും. അല്ലെ, അല്ലാതെ കാട്ടിലോട്ടൊന്നും പോയിട്ട് യാതൊരു കഥയുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. കൊള്ളക്കാർ നമ്മളെ വെടിവെച്ച് കൊല്ലും. അല്ലെ, അല്ലെങ്കിൽ നമ്മളെ കയ്യിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ മേടിക്കാന്ന് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇടിച്ചു മോട്ടിക്കാന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ നമ്മളെ കൊല്ലുന്നത്. കൊന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് ഒരു കണ്ടിമാല മാത്രമേ ഉള്ളൂ. അല്ലെ, ഒരു ഉപയോഗമില്ലാത്തതാണ് അവർക്ക്. ഏഹ് അല്ലെ. അപ്പൊ അവരെ പേടിച്ചിട്ട് നമുക്ക് എവിടെ പോകാൻ പറ്റില്ല, കട്ടിലും പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിനകത്ത് തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഉം. ഒരു ഗ്രാമത്തില് ഒരു വലിയൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ഒരു കഥ പറയാം. ഉം. ഒരു കൂറ്റൻ ബംഗ്ലാവ്. അതിന് ചുറ്റും കൂറ്റൻ മതിലും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാൻ ഈ കഥ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഏത് സാഹചര്യത്തിലും, അല്ലെ, നമുക്ക് എന്താണ് ഈ രണ്ട് കാര്യവും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഭഗവത്ഗീത വിശദമായി പഠിക്കാനും പറ്റും. പിന്നെ നമുക്ക് ഇനിയൊരു ജന്മം വേണ്ട എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. അതിനു വേണ്ടിയാണ് ഞാൻ ഈ കഥ പറയുന്നത്. ചിലർ പറയും, ഞാൻ ഇങ്ങനെ ജപിച്ചോണ്ടിരുന്ന, അല്ലെങ്കിൽ എന്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് അല്ല, അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഓഫീസിൽ പോകണ്ടേ, എന്റെ കുടുംബം നോക്കണ്ടേ എന്നൊക്കെ പലരും പറയും. അല്ലേ? അതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ പറയുന്ന കഥ. ഉം. അപ്പൊ എന്തുണ്ടായിരുന്നു? ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമത്തിലെ ഒരു കൂറ്റൻ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അല്ലെ, അതിനു ചുറ്റും കൂറ്റൻ മതിലുകളും ഉണ്ടായിരുന്നു. അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ആ മതിലുകളിൽ എന്തെങ്കിലുമൊക്കെ വരച്ച് കളിക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അല്ലെ, ഈ ഈ ഈ ചെവറുകളൊക്കെ കണ്ട കൊച്ചു കുട്ടികൾക്ക് തോന്നില്ല എന്തെങ്കിലുമൊക്കെ കുത്തി വരയ്ക്കണം. അവർക്ക് അതാണ് താല്പര്യം. അവർക്ക് കുത്തി വരയ്ക്കുന്നത്. അപ്പൊ ഈ നല്ല വിശാലമായിട്ടുള്ള ഈ മതിൽ കണ്ടപ്പോ ഈ പിള്ളേർക്ക് എന്ത് തോന്നി? എന്തെങ്കിലുമൊക്കെ ഒരു കരി എടുത്തിട്ട്, ഒരു കരിക്കട്ട എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ കുത്തി വരയ്ക്കണം, പടം വരച്ചൊക്കെ വയ്ക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവിടെ ഒരു വലിയ മീശക്കാരൻ, എന്താണ് പാറാവുകാരനുണ്ടായിരുന്നു, കാവൽക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ നടക്കും. നല്ല വണ്ണമൊക്കെ വെച്ചിട്ട്, നല്ല യൂണിഫോം ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ നടക്കും. ഇയാളെ കണ്ടിട്ട് വളരെ ദൂരെ നിന്ന് പിള്ളേർ നോക്കത്തില്ല, അടുത്തോട്ടൊന്നും വരത്തില്ല, ഇയാളെ പേടിച്ചിട്ട്. അല്ലെ. അപ്പൊ അവരിങ്ങനെ ആലോചിക്കണം, എന്താ ചെയ്യുക, എന്ത് വഴിയാണ് ഇതിലൊക്കെ ഒന്ന് എഴുതാൻ പറ്റുക, ഏഹ് എന്ന് എല്ലാ കുട്ടികളും ഇങ്ങനെ, അല്ലെ, ഏഹ് ആലോചിക്കുന്നതല്ല, അത് അവർക്ക് ആ മതിലിന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു ഭയമുണ്ടായിരുന്നു. ഉം. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർ തമ്മിലൊരു പന്തയം വെച്ചു. എന്ത് പന്തയമാണ്? അവർ പന്തയം വെച്ചു. എന്ത് പന്തയം എന്ന് അറിയാമോ? പന്തയം വെച്ചത്, എന്റെ സിസ്റ്റം സ്റ്റക്കായി വിടും, അതനങ്ങുന്നില്ല. ഓക്കെ, ആയിക്കോട്ടെ. അവർ പന്തയം വെച്ചെന്ന് വെച്ചാല്, ആരാണോ ആ മതിലിൽ പോയി കുത്തി വരയ്ക്കുന്നത് അവർക്ക് ഒരു ഐസ്ക്രീം പറ്റില്ല, എല്ലാവരും കൂടി വാങ്ങിക്കുന്നു. അല്ലെ, ആരാണ് ആ മതിലിൽ പോയി ഒരു കരി എടുത്ത് കുത്തി വരയ്ക്കുന്നത് ആ അവർക്ക് ബാക്കി എല്ലാവരും കൂടി പൈസ ഇട്ടിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും. കുഴഞ്ഞ ആർക്കും ധൈര്യമില്ല മുന്നോട്ട് പോകാനായിട്ട്. ഉം. അവരെന്താ ചെയ്യാ? അവരെന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ഏഹ് എന്തോ സംഭവിച്ചു എന്റെ ലാപ്ടോപ്പിന്. ഓക്കെ.
എന്താ പറഞ്ഞേ? അപ്പോ എല്ലാരും ഇങ്ങനെ ആലോചിക്കണം അല്ലെ. അതില് ബുദ്ധിയുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരൊറ്റ ഓട്ടം കൊടുത്തു. ഓട്ടം കൊടുത്തിട്ട് അല്ലേ, ആ പറവുകാരൻ അപ്പുറത്തിരിക്കുകയായിരുന്നു, അപ്പുറത്ത് നിൽക്കുവാണ്. ആ കുറെ കൂറ്റൻ മതിലല്ല, അതിന്റെ അപ്പുറത്ത് എത്തിയപ്പോഴാണ് ഇവൻ ഓടി ഇവിടെ വന്നിട്ട് ഇത് കുത്തി വരച്ചു. അല്ലെ, കുത്തി വരച്ചപ്പോ ഇയാള് കുത്തി വരയ്ക്കുന്ന കണ്ടു. ഈ പിള്ളേരെ ബാക്കി എല്ലാവരും അങ്ങ് പേടിച്ച് ഭയന്നു പോയി. എന്ന് പറഞ്ഞു വെച്ചാല് യവനെ ഇപ്പൊ കൊല്ലും അയാള്, അടിച്ച് ശരിയാക്കും. അല്ലെ, അങ്ങേര് അടുത്തോട്ട് വരികയാണ്, നടന്നു വരികയാണ്. അപ്പൊ ഇവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, വളരെ സാവകാശമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. അല്ലെ, ഈ പറവുകാരന്, ഈ കാവൽക്കാരന് ഓടി അടുത്ത് വന്നിട്ട് ഏഹ് അവന്റെ മുഖത്ത് നോക്കിയിട്ട് അവിടെ കുത്തി വരച്ചത് നോക്കിയിട്ട് അവനെ തലോടി, അവന്റെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് പറഞ്ഞു, വെരി ഗുഡ്, നല്ല മോനാന്ന് പറഞ്ഞു. അല്ലേ, അവൻ ചിരിച്ചുകൊണ്ട് തിരിച്ചു വന്നു. ഏഹ് ഇതെന്താ സംഭവിച്ചത്? അവൻ എന്തൊക്കെ കുത്തിവരച്ചല്ലോ, എന്നിട്ട് ഇയാളൊന്നും ചെയ്യാത്തത് എന്ന് ബാക്കിയുള്ള കുട്ടികൾ ആലോചിക്കാം. അവൻ അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാല് അവിടെ എഴുതി വെച്ചു, പരസ്യം പതിക്കരുത് എന്നാണ് അവൻ എഴുതി വെച്ചത് അവിടെ. അല്ലേ, അപ്പൊ അവന് കുത്തിവരയ്ക്കാൻ പറ്റിയോ? ഐസ്ക്രീം കിട്ടിയോ? കിട്ടും. കണ്ടോ, ആ സാഹചര്യത്തിൽ പോലും അവൻ ബുദ്ധി ഉപയോഗിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത്, പരസ്യം പതിക്കരുത്. അല്ലേ, അപ്പൊ ആ കാവൽക്കാരന് ഇഷ്ടമായി. ഇത് നല്ല കാര്യമല്ലേ അവൻ ചെയ്തത്, അതുകൊണ്ടാണ് ഓടി വന്നിട്ട് അവന്റെ തലയില് എന്താണ് തലോടിയത്. ഇപ്പോ ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഏത് സാഹചര്യത്തിലും നമ്മൾ നിൽക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വ്യത്യാസം വരുത്തും. അതല്ലാതെ ഇപ്പോ യാരെ ദേക്കോ താരെ കഹോ കൃഷ്ണ ഉപദേശം എന്ന് പറയുന്നുണ്ട് അല്ലെ. വെളിയിൽ കാണുന്ന ആ, ചില ആൾക്കാരോട്, മറ്റു മതസ്ഥരോട് നമ്മൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. നമ്മുടെ ആൾക്കാർ തന്നെ ഇഷ്ടംപോലെ ഇങ്ങനെ അലഞ്ഞു നിറഞ്ഞു നടക്കുമല്ലേ, അവരെ മാത്രം പിടിച്ചാലും അല്ലെ അവരോട് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, എന്നാലും അവനോട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോ നമ്മൾ വേറെ ഒരു എന്താണ് മതക്കാർക്ക് ഒരു വിരോധം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആ രീതിയിൽ അങ്ങനെയാണ് ഞാൻ പറയുന്നത്. എന്താണ്, അപ്പോ നമ്മൾ അവർക്ക് വേണമെങ്കിൽ നമുക്ക് യാരേക്കോ താരേക്കോ കൃഷ്ണ ഉപദേശം പറയാം. അവർക്കൊരു ഭഗവത്ഗീത കൊണ്ട് കൊടുക്കാം. ഇപ്പൊ ഭഗവത്ഗീത മാരത്തോൺ നടക്കുന്ന അവസരമാണ് അല്ലെ, ഈ ഡിസംബർ മാസം മുഴുവൻ. അപ്പോ നമുക്ക് അവർക്ക് ഒരു ഭഗവത്ഗീത വാങ്ങിച്ച് കൊടുക്കാം. ഇതിന് എത്ര രൂപ ചോദിച്ചാൽ 400 രൂപയേ ഉള്ളൂ. അത് 400 രൂപ ഒരുമിച്ച് തരാനില്ലെങ്കിൽ 100 രൂപ വെച്ചിട്ട് 4 പ്രാവശ്യം തന്നാൽ മതി എന്ന് പറയാം. അല്ലെങ്കിൽ 200 രൂപ വെച്ചിട്ട് 2 പ്രാവശ്യം തന്നാൽ മതി എന്ന് പറയാം. അല്ലേ, ഏഹ് അതല്ല, അയ്യോ എനിക്കത് വായിക്കാനൊക്കെ താല്പര്യമുണ്ട് പക്ഷെ എന്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്ത് അല്ലേ കൊടുക്കാൻ നോക്കും. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അയാള് ഈ പ്രഭുപാദന്റെ താല്പര്യം എന്താണ്? അദ്ദേഹത്തിന്റെ ബുക്സ് എല്ലാ വീടുകളിലും എത്തണമെന്നുള്ളതാണ്, എല്ലാ സ്ഥലത്തും എത്തണമെന്നുള്ളത്. അതാണ് നമ്മളിപ്പോ ചെയ്യേണ്ടത് അല്ലെ. എത്രയോ വീടുകളിൽ ഭഗവത്ഗീത ഇല്ലാതെ ഉണ്ട്, അവിടേക്ക് നമുക്ക് കൊണ്ട് കൊടുത്തൂടെ? അതും ഒരു സേവ തന്നെയാണ്, ഭഗവത് സേവ തന്നെയാണ്. അവർ ഇന്നല്ല എങ്കിൽ ചിലപ്പോൾ ഇന്ന് അവരത് ആസ് ഇറ്റ് ഈസ് അവിടെ ഈ പ്ലാസ്റ്റിക് കവർ പോലും പൊട്ടിക്കാതെ അലമാരിക്കകത്തോട്ട് വെക്കുമായിരിക്കും. പക്ഷേ ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് പല ആവശ്യങ്ങളും വരുമ്പോ അവർ ഇതൊന്ന് എടുത്തു നോക്കും, പൊടി തട്ടാനെങ്കിലും എടുത്തു നോക്കും. അപ്പൊ ഈ പ്ലാസ്റ്റിക് ഒക്കെ പൊട്ടിയിട്ടുണ്ടാവും അല്ലെ, ആ പ്ലാസ്റ്റിക് ഒക്കെ മാറ്റിയിട്ട് ഒന്ന് മറിച്ച് നോക്കിയാല് അവരുടെ ജീവിതം രക്ഷപ്പെടും. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അതിൽ നിന്ന് കിട്ടും. അവർക്ക് മനസ്സമാധാനം ഇല്ലാതെ അവർ വിഷമിക്കുമായിരുന്നു, ആ മനസ്സമാധാനം കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ആ ബുക്കിൽ നിന്നും കിട്ടുന്നുണ്ട്. അതാണ് പ്രഭുപാദ് പറഞ്ഞത്. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളുടെയൊക്കെ പരിഹാരം ഏതിനകത്തുണ്ട്? ഈ ഭഗവത്ഗീതയിലുണ്ട്. വെറുതെ ഒരു പേജ് ഒന്ന് മറിച്ച് നോക്കിയിട്ട് അതിനകത്ത് ആ ശ്ലോകം വായിച്ച് അതിന്റെ ഭാവാർത്ഥം വായിക്കുമ്പോൾ നമുക്ക് നമ്മള് മനസ്സിലുണ്ടായിരുന്ന ആ ചോദ്യങ്ങളുടെ ഉത്തരം അതിനകത്തുണ്ടാവും. നമുക്ക് മനസ്സമാധാനം കിട്ടാനുള്ള സാധ്യതയും അതിനകത്ത് നമുക്ക് തെളിഞ്ഞു വരും. മനസ്സിലായി? അതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ആസ് ഇറ്റ് ഈസ് യഥാ ആ, സ്ഥാനത്ത് തന്നെ വച്ചേക്കാനുള്ളതല്ല. അല്ലെ, പല വീടുകളിലും അത് ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു കല്യാണമായിട്ട് പോയതാണ്. അപ്പോ ഞാനൊരു ഒരു 5-6 കൊല്ലം മുമ്പേ ഒരു ഭഗവത്ഗീത അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദൂരെയാണ്. ആ ആ അലമാര ഞാൻ നോക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ കൊണ്ടു കൊടുത്തത് അത് അതുപോലെ തന്നെ ഇരിക്കുന്നു. ഇതുവരെ ഒരു നൂത്തം ആ പ്ലാസ്റ്റിക് പോലും പൊട്ടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഇതുവരെ വായിച്ചു നോക്കിയില്ലല്ലേ? ഓ, അതിനൊക്കെ നമുക്ക് എവിടെയാ സമയം? അപ്പൊ ഞാൻ മനസ്സ് വിചാരിച്ചു, സമയം ഉടനെ വരും അല്ലെ. അന്ന് അവരെ നോക്കിക്കോളും, അവരത് നോക്കിയെടുത്തു. അന്ന് എടുത്താൽ മതി. ഇത്രയ്ക്കുള്ള ഭാഗ്യമെങ്കിലും അവരുണ്ടെങ്കിൽ അതൊന്ന് കയ്യിൽ എടുക്കാനും ഇത്രയും പുണ്യം കിട്ടും. ഒന്ന് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയാനും ഒന്ന് നൂത്ത് നോക്കാനും അവർക്ക് പറ്റും. അതിനും എന്ത് വേണം? നമുക്ക് ഭഗവാന്റെയും ഗുരുവിന്റെയും മേഴ്സി വേണം അല്ലെ. ഇത് ആരുടെയെങ്കിലും മേഴ്സി കിട്ടുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതെടുത്ത് നോക്കാനും അതൊന്ന് വായിച്ചു നോക്കാനും പറ്റും. എങ്കിൽ മാത്രമേ അവർക്ക് രക്ഷയുണ്ടാവുള്ളൂ. ഏഹ് അതല്ലാതെ
അവർക്ക് രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയും ഉണ്ടാവില്ല. ഹരേ കൃഷ്ണ. അപ്പോ ഇവിടെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നോക്കട്ടെ. ഓക്കെ. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെ ഒരു കുറവുമില്ല അല്ലെ. നമ്മൾ എന്താ ചെയ്യാൻ, ഗൾഫിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ, നമുക്കൊരു വീട് വയ്ക്കണമെന്നായിരിക്കും താല്പര്യം. ആ വീട് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്താണ്, ആ, സമ്പൂർണമായി അല്ലെങ്കിൽ എന്താണ് സുരക്ഷിതമായി എന്നൊക്കെയാണ് നമ്മുടെ താല്പര്യം. അതിനകത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ വിചാരിച്ചേ പറ്റുള്ളൂ അല്ലെ. അതിന് നമുക്ക് അത് വിരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നത് മറ്റൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ നടക്കുന്നത് മറ്റൊരു കാര്യമായിരിക്കും. എല്ലാവരുടെയും ജീവിതം നോക്കി എടുത്തു കഴിഞ്ഞാലും അല്ലെ, നമുക്ക് ഇതൊക്കെ, പ്രത്യേകിച്ച് ഒരു ഗൾഫുകാരനെ സംബന്ധിച്ചിടത്തോളം, ഏ ആരൊക്കെ വീട് വെച്ചിട്ടുണ്ടോ അതിനകത്ത് അവർക്ക് താമസിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് കാര്യം എന്താണ്, ഭഗവാൻ അതല്ല വെച്ചിരിക്കുന്നത്. അവർ, നമ്മൾ വിചാരിക്കും ഇത് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതം സുരക്ഷിതമായെന്നാണ്. ഒരിക്കലുമില്ല. അതിങ്ങനെ എന്താണ് പൊക്കോണ്ടേയിരിക്കും. പല കാര്യത്തിലായിരിക്കും. ഒരു സെക്കൻഡ്. അപ്പൊ നമ്മള് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അത് പഠിക്കണം. നാം ഭഗവത് ധാമത്തിൽ എത്താനായി എന്താണ് നിരന്തരം ജപിക്കുകയും യമനിയമങ്ങൾ പാലിക്കുകയും എന്താണ് ആനുകൂല്യന കൃഷ്ണാനുശീലനമായി ജീവിക്കുകയും ചെയ്താൽ നമുക്ക് തീർച്ചയായും ഭഗവത് ധാമത്തിൽ എത്താൻ സാധിക്കും. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്താണ്, നമുക്ക് എന്താണ് ഇനി മറ്റൊരു ജന്മം വേണ്ട എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രഭുപാദരുടെ മുണ്ടിന്റെ അറ്റത്ത് പിടിച്ചു കഴിഞ്ഞാൽ അല്ലെ, മുണ്ടിന്റെ അറ്റത്ത് പിടിക്കാനായിട്ട് കുറച്ച് ക്വാളിഫിക്കേഷൻസ് വേണം. ആ ക്വാളിഫിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ മുണ്ടിന്റെ അറ്റത്ത് പിടിക്കാം. ആ മുണ്ടിന്റെ അറ്റത്ത് പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവത് ധാമത്തിലേക്ക് ആര് നമ്മളെ കൊണ്ടുപോകും? പ്രഭുപാദൻ നമ്മളെ കൊണ്ടുപോകും. അത് തീർച്ചയാണ്. അത് അദ്ദേഹം എപ്പോഴും നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രം പറയുക, ഇതേപോലെയുള്ള എന്താണ് സത്സംഗങ്ങളിൽ പങ്കെടുക്കുക. അത് കഴിഞ്ഞാലും എന്താണ് ജപിക്കുക, ജപം ചെയ്യുക, സത്സംഗം ചെയ്യുക, ഏകാദശ വ്രതങ്ങൾ എടുക്കുക. പിന്നെ യാരെ ദേക്കോ താരെ കഹോ കൃഷ്ണോപദേശ് പറയുക. അവിടെ നമ്മളെ മുമ്പിൽ പല ആൾക്കാരെ ഭഗവാൻ കൊണ്ട് നിർത്തുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവർക്കൊക്കെ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളത് ഭഗവാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ്. കാരണം വളരെ അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ വേണ്ടുന്ന ആൾക്കാരെ ആയിരിക്കും നമ്മൾ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നത്. അവരെ നോക്കിയിട്ട് നമ്മൾ ഒരു വാക്ക് പോലും ഭഗവാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു അനർത്ഥമാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്, അവരോട് പറഞ്ഞില്ല എങ്കിൽ. കാരണം ഇവിടെ ഇപ്പൊ പള്ളിച്ചൽ അമ്പലം തന്നെ പലർക്കും അറിയത്തില്ല. ഇവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ. എത്രയോ ആൾക്കാർ എന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. ചിലർ വിചാരിച്ചിരിക്കുന്നത് ഇത് പള്ളിയാണ് അല്ലെ. ചിലർ വിചാരിച്ചിരിക്കുന്നത് ഇത് നമുക്കുള്ള ഇത് അമ്പലമല്ല, ഇത് വലിയ വലിയ ആൾക്കാർക്കുള്ള അമ്പലമാണ് എന്നൊക്കെയാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ധാരണകളൊക്കെ അവരുടെ മനസ്സിൽ വന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അവരങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അല്ലെ. അപ്പൊ അതെല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അവരോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാനേ ഇതൊക്കെ താരേക്കാവും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുക. ആരെ കണ്ടു കഴിഞ്ഞാലും ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെ. ഇങ്ങനെ ഒരു സത്സംഗം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. കൊല്ലത്ത് ഇങ്ങനെ ഒരു സത്സംഗം ഉണ്ടെന്ന് പറയാം. ഒന്നും നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഓൺലൈൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം അല്ലെ. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുവഴി അവർ ചിലപ്പോൾ രക്ഷപ്പെടും. ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അല്ലെ. അവർക്കൊക്കെ ഒരു ആശ്വാസം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് അവരെല്ലാം എത്തിച്ചേ പറ്റുള്ളൂ. അത് നമ്മൾ വേർഡ് ഓഫ് മൗത്ത് വിൽ ഡു എ ലോട്ട് ഓഫ് തിങ്സ് അല്ലെ. നമ്മൾ അത് മാറി 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 പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ നേരത്തെ തുടങ്ങിയത്, നേരത്തെ തീർന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമായിട്ട് എന്തെങ്കിലും ചോദ്യം ആർക്കെങ്കിലും ചോദിക്കാം? ഹരേ കൃഷ്ണ പ്രഭു. സംശയമല്ല പ്രഭു, പ്രഭുവിന്റെ നല്ല ക്ലാസ്സിന് ഞാൻ നന്ദി പറയണം പ്രഭു. നല്ല മനസ്സിലാവുന്നുണ്ടായിരുന്നു, കാര്യങ്ങളെല്ലാം മനസ്സിലായി. നമ്മൾ എങ്ങനെ ഭക്തിയുത സേവനം അനുഷ്ഠിക്കണമെന്നും എങ്ങനെ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ നമ്മളൊരു ദൃഢപ്രതിജ്ഞ എടുത്ത് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്
പ്രഭുജിയുടെ ക്ലാസ്സിലൂടെ നല്ലപോലെ മനസ്സിലായി. നന്ദി പ്രഭുജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കണം. ഈ നമ്മള് മാല ചൊല്ലില്ലേ പ്രഭു, 16 മാല ചൊല്ലും. ഞാൻ എങ്ങനെ ചൊല്ലിയാലും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ബുക്ക് എടുക്കുന്ന എപ്പോഴും ബുക്കിൽ 1, 2 അങ്ങനെ എഴുതി വെക്കാനും പ്രയാസമാണ്. കയ്യിൽ എണ്ണിയിട്ടായാലും അതും തെറ്റും. അപ്പൊ ഞാൻ 18 മാലയാണോ 20 മാലയാണോ എത്രയാണോ എനിക്ക് ഒരു പിടിയില്ല. അപ്പൊ അതിനെന്താ ഒരു വഴി എന്നൊന്നും പറഞ്ഞുതരുമോ മാതാജി? അതിന് നമുക്ക് ഒരു സാക്ഷിയുണ്ട്. സാക്ഷി മുത്തുകളുണ്ട്, സാക്ഷി മുത്തുകൾ. അതില് 16 മുത്തുകളാണ് ഉള്ളത്. ചിലതിൽ ഓക്കെ 20 മുത്തുണ്ടാവും. ആ 20 മുത്ത് എന്ന് പറയുന്നത് 16 കഴിഞ്ഞിട്ട് ബാക്കി 4 മാറ്റി വെക്കാൻ വേണ്ടിയാണ്. നമുക്കിപ്പോ 16 മതി. 16 ഇപ്പോ ഓരോ ജപം കഴിയുമ്പോഴും നമ്മൾ ഒരു മുത്ത് താഴോട്ട് വയ്ക്കും, അല്ലെ? ആ രണ്ടാമത്തെ ജപം കഴിയുമ്പോൾ രണ്ടാമത്തെ മുത്ത് താഴോട്ട് വയ്ക്കും, അല്ലെ? നമ്മളിപ്പോ ഇങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അതിനാണ് സാക്ഷി എന്ന് പറയുന്നത്. ഈ നമ്മള് ജപിക്കുന്ന സാക്ഷിയാണത്, അല്ലെ? ഇത്രയും സാക്ഷി, അതാണ് ആ മുത്തുകളാണ് നമുക്ക് സാക്ഷി, അല്ലെ? അത് ഇത്ര 10 രൂപ 20 രൂപ കണ്ടേ ഉള്ളൂ. നമ്മൾ ഈ സ്കൂളിലായിരിക്കും എല്ലാ ഇസ്കോൺ അമ്പലത്തിലും കിട്ടും. മാതാജി ചെയ്യേണ്ടത്, ഒരു പക്ഷെ അവിടെ ഒന്നും കിട്ടിയില്ല വെച്ചാല് ഇനിയിപ്പോ ഞായറാഴ്ച ആരെങ്കിലും അവിടെ വരുന്നുണ്ടാവും ക്ലാസ് എടുക്കാനായിട്ട്, അല്ലെ? അപ്പൊ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ അമ്പലത്തിൽ നിന്ന് കുറച്ച് മുത്തുകൾ മേടിച്ചിട്ട് വരും, അല്ലെങ്കിൽ ഈ സാക്ഷി മുത്തുകൾ മേടിച്ചിട്ട് വരും. അതൊരു നൂലിൽ ഇങ്ങനെ കുറച്ച് വെച്ചിരിക്കും, നമ്മൾ അതിൽ മാലയിൽ കെട്ടി വെച്ചാൽ മതി, അല്ലേ? അല്ല, അത് മനസ്സിലായി പ്രഭു. ഞാൻ ബാംഗ്ലൂരാണേ, പക്ഷെ ഞങ്ങള് ബെന്നാർഘട്ട ബാംഗ്ലൂരാണ്. ഇവിടെ അങ്ങനെ അടുത്ത് എനിക്ക് അറിയില്ല ഒന്ന്. പിന്നെ എന്താ പറയാ, അങ്ങനെ പോവാനുള്ള സൗകര്യം. അപ്പൊ ഞാൻ അങ്ങനെ ഓർക്കണേ 18 മുത്ത് ഒരു മാലയെ കെട്ടിയിട്ട് അങ്ങനെ എന്നാലും മതി അല്ലേ? ചെയ്യാം. ഒരു നൂലെടുക്കുക, അതില് ഒരു കുറച്ച് മുത്തുകൾ എടുത്ത് 16 മുത്ത്, 18 വേണ്ട, 16 മുത്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ അറ്റത്തും കെട്ടിവെക്കുക. എന്നിട്ട് അത് മാലയിൽ കെട്ടിവെക്കുക. മാലയില് ഇതില്ലേ അതിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓരോന്നായിട്ട് താഴോട്ടാക്കും, ഇങ്ങനെ താഴോട്ടാക്കും. അതിനാണ് സാക്ഷി എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ശരി, താങ്ക് യു. എന്റെ മാല എന്റെ അടുത്തില്ല, അതിന് ദൂരെ ഇരിക്കുക, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പാദ നമസ്കാരം പ്രഭുജി. രാധാ സഹസ്രനാമം നമ്മൾ എന്നും ചെല്ലുന്നതുകൊണ്ട് ദോഷം, അങ്ങനെ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് രാധാ സഹസ്രനാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൊല്ലുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മാതാജി. പക്ഷേ നമ്മളാരും രാധാറാണിയുടെ പേര് പറയാൻ പോലും യോഗ്യരല്ല. നമ്മൾ രാധ എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ഭഗവത്ഗീതയിലാണെങ്കിലും ഭാഗവതത്തിലാണെങ്കിലും ശാസ്ത്രങ്ങളിലാണെങ്കിലും അവിടെ എവിടെയെങ്കിലും രാധാറാണിയെ കുറിച്ച് പ്രതിപാദിച്ചത് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം വ്യാസദേവനാണെങ്കിലും സുഖദേവ ഗോസ്വാമിക്കാണെങ്കിലും അവരാരും തന്നെ അമ്മയെ കുറിച്ചിട്ട്, രാധാറാണിയെ കുറിച്ചിട്ട് പറയാനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ട് ശ്രീല പ്രഭുപാദ് ഒരിക്കലും പറയുന്നില്ല, അല്ലെ? കാര്യം എന്താണ്? വി ആർ നോട്ട് ക്വാളിഫൈഡ്. നമുക്കത് പറയാനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ബുക്കുകളിലൊന്നും പ്രതിപാദിക്കാത്തത്. പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ്, എവിടുന്നാണ് ഈ രാധാറാണിയെ കുറിച്ച് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ 50% മാത്രമേ ശാസ്ത്രങ്ങളിൽ കാണുള്ളൂ, അല്ലെങ്കിൽ ഒരു 70%. ബാക്കി 30% അല്ലെങ്കിൽ ബാക്കി 50% നമ്മുടെ ആചാര്യന്മാരിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്, അല്ലെ? നമ്മളെ ആചാര്യന്മാരും ഒക്കെ പറഞ്ഞു തന്നതിലൂടെയാണ് നമുക്ക് രാധാറാണിയെ കുറിച്ചിട്ടുള്ള ഈ കഥകളെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ ഈ കഥകളിൽ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ പോലും അമ്മയുടെ പേര് പ്രതിപാദിച്ചിട്ടില്ല. കാര്യം നമുക്ക് അതിനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെ? ആ യോഗ്യത എന്തുകൊണ്ടില്ല എന്നുള്ളതിനെ കുറിച്ച് വിശദീകരണം വേണ്ട, അങ്ങനെ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അത്രയും ശുദ്ധരല്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് രാധാറാണി. പക്ഷെ നമ്മൾ വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താ കാണാം? രാധേ 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 എന്ന് പറയാണ്. അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അവരോട് ആ ധാമത്തിൽ ജനിച്ചത്. നമ്മൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ജനിച്ചത്? നമ്മൾ എന്തുകൊണ്ടും വൃന്ദാവനത്തിൽ ജനിച്ചില്ല? കാര്യം വി ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ ദാറ്റ്, അല്ലെ? ഓരോന്നിനും ഓരോ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതുണ്ടെങ്കിലേ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജനിക്കാൻ പോലും പറ്റുള്ളൂ. ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഭാഗ്യം വേണം. എല്ലാം പോട്ടെ, മനുഷ്യനായി ജനിക്കണമെങ്കിൽ തന്നെ എന്തുമാത്രം പുണ്യം ചെയ്യണം. അപ്പൊ നമ്മൾ അത്രയ്ക്കും പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വൃന്ദാവനത്തിൽ പോലും ജനിക്കാൻ പറ്റുള്ളൂ, രാധാറാണിയുടെ ജന്മഭൂമിയിൽ ജനിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പോ ഞാൻ അതാണ് പറയുന്നത്. ഇപ്പൊ വൃന്ദാവനത്തിലുള്ളവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ട്, ബിക്കോസ് ദേ ആർ ക്വാളിഫൈഡ് ഫോർ ദാറ്റ്. അവർ പോയി കണ്ടിട്ടുണ്ടോ? അവിടെയുള്ള ധാംവാസികളാണ്. അവർക്ക് പറയാം. അവരിപ്പോ
എന്താണ് ഇപ്പൊ സൈക്കിൾ ഇങ്ങനെ മണി അടിക്കുന്നതിന് രാധേ 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 എന്ന് പറഞ്ഞിട്ടാ വരിക അല്ലെ. അങ്ങോട്ട് നീങ്ങെന്ന് പറഞ്ഞാൽ രാധേ രാധേ എന്നാ പറയാ അവർ അല്ലെ. എല്ലാത്തിനും രാധേ രാധേ എന്ന് പറയും. കാര്യം എന്താണ്? അവരവരുടെ രക്തത്തില് അല്ലെങ്കിൽ അവരുടെ മനസ്സ് മുഴുവൻ, അവരുടെ ശരീരം മുഴുവൻ, അവരുടെ അവബോധം മുഴുവൻ രാധാറാണിയാണ്. രാധാറാണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. ഇഷ്ടം പോലെ രാധാറാണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് അവരുടെ അവബോധം. അപ്പോ ഇപ്പൊ നമുക്കത് പറയാനുള്ള യോഗ്യത. അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. മറിച്ച് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ അവബോധത്തിൽ വേണം നമ്മളത് പറയാനായിട്ട്. മനസ്സിലായ മറിച്ച്? ഹരേ കൃഷ്ണ. മനസ്സിലായി ബാക്കി ഹരേ എല്ലാ കൃഷ്ണ. കാര്യങ്ങളും ചെയ്യുന്നതിന് പകരം നമ്മൾ എന്തൊക്കെ പഠിച്ചാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. കാര്യം നമ്മളിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് മറ്റൊരു മന്ത്രം ഇല്ല. അത് 16 പകരം 32 പ്രാവശ്യം പറഞ്ഞോളൂ അല്ലെ. ഒരു 1000 തവണ രാമനാമം ജപിക്കുന്നതിന് തുല്യമാണ് ഒരു എന്താ പറയാ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു കൃഷ്ണനാമം 3 രാമനാമം, ഒരു രാമനാമം 1000 വിഷ്ണുനാമം. യെസ്, വിഷ്ണുനാമം. ശരി, ഞാൻ അതിലാണ് തെറ്റുപോയത്. ഓക്കെ, 1000 വിഷ്ണുനാമം പറയുന്നതിന് തുല്യമാണ് ഒരു രാമനാമം. 1000 രാമനാമം പറയുന്നതിന് തുല്യമാണ് ഒരു കൃഷ്ണനാമം. അതാണ് അതിന്റെ ഇത്. അപ്പൊ നമ്മൾ മൂന്ന് രാമനാമം ഒരു കൃഷ്ണനാമത്തിൽ. ശരി എന്തോ ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ ആ ഒരു ഒരു സ്പേസ് അതാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യണം? എന്നാ പിന്നെ ഞാൻ കൃഷ്ണനാമം മാത്രമേ പറയുന്നു. ഇതെല്ലാം പറയുന്നതിന് തുല്യമാണത് അല്ലെ. നമ്മൾ വേറെ ഒന്നും പറയേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പറയേണ്ട ആവശ്യമില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും കാലം ഇതൊക്കെ പറഞ്ഞു വന്നതുകൊണ്ട് നമുക്ക് ഒരു ദിവസം അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അത് കാലക്രമേണ നമുക്ക് ഹരേകൃഷ്ണ മഹാമന്ത്രത്തിന്റെ രുചി നമ്മൾ മനസ്സിൽ വന്നു കഴിഞ്ഞാല്, ഉള്ളിൽ അവബോധത്തിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് അതിനെ മനസ്സ് വരുത്തുള്ളൂ അല്ലെ. ഇപ്പോ നമ്മൾ ചില ആൾക്കാരുടെയൊക്കെ അൽത്താറ് പോയി നോക്കിക്കഴിഞ്ഞാൽ, ചില വലിയ ഭക്തന്മാരുടെയൊക്കെ അൽത്താറ് പോയി നോക്കിക്കഴിഞ്ഞാല് അതിനകത്ത് ബാക്കിയുള്ള ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോസ് കാണും. കാര്യം എന്താണ്? ഈ ജനിച്ചപ്പോ തൊട്ട് നമ്മൾ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഇതെല്ലാം. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഞാനും അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ കാലക്രമേണ പതുക്കെ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാല് ഓരോരുത്തരായിട്ട് തൊട്ടടുത്തുള്ള ഒരു അലമാരയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തൊരു സ്പേസിൽ വയ്ക്കും. അവിടുന്ന് പിന്നെ പതുക്കെ ഏതെങ്കിലും അലമാരയ്ക്കകത്താക്കും. അല്ലെങ്കിൽ അവിടുന്ന് പിന്നെ അത് നിർത്താറിന്ന് അങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇറ്റ് വിൽ ടേക്ക് സം ടൈം, ബട്ട് വി ഷുഡ് ഹാവ് ദ എൻജോയ്. നമ്മളത് ശ്രമിക്കണം അല്ലേ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം ഭഗവാൻ കൃഷ്ണൻ ഉള്ളിടത്ത് അവരുടെ ആരുടെയും ആവശ്യമില്ല അല്ലെ. ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളും. ശംഭുവായ അല്ലെങ്കിൽ പരമഭക്തനായിട്ടുള്ള ഡിവോട്ടിയാണ് പരമശിവൻ. പരമശിവൻ എന്താ പറഞ്ഞത്? എനിക്ക് എന്റെ ഭക്തന്മാരെക്കാളും ഇഷ്ടം എന്റെ ഭഗവാന്റെ ഭക്തന്മാരോടാണ്. അദ്ദേഹം തന്നെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അല്ലെ. അദ്ദേഹമാണ് പരം വൈഷ്ണവ് അല്ലെ, ശംഭു. അപ്പോ അദ്ദേഹത്തിന് അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അതിന്റെ സ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലേ. അപ്പൊ നമുക്കൊക്കെ പേടി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇനിയിപ്പോ കൃഷ്ണഭക്തനായി കഴിഞ്ഞാൽ ഇവരൊക്കെ എന്നോട് ദേഷ്യപ്പെടുവോ, അവരൊക്കെ എന്നെ ശപിക്കോ, എന്റെ കാര്യം കുഴപ്പമാവോ എന്നുള്ളൊരു ഭയപ്പാടാണ്. ഒരിക്കലും വേണ്ട. ഒരിക്കലും ആ ഭയപ്പാടിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം പറഞ്ഞാൽ നമുക്ക് അത് പറഞ്ഞു കഴിഞ്ഞാലും അത് പറഞ്ഞാൽ മാത്രം പോരാ. പിന്നെ നമുക്ക് ഭഗവത്ഗീത വായിക്കാനുണ്ട്, ഭാഗവതം വായിക്കാനുണ്ട് അല്ലെ, എന്തെല്ലാം പഠിക്കാനുണ്ട്. അതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാനായിട്ട്. ഇപ്പൊ വെറുതെ സമയം എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും. മറിജി, ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി, ഒത്തിരി സന്തോഷം. എനിക്കൊരു സംശയം ഇങ്ങനെ, അതുപോലെ ഭയങ്കര സംസ്കൃതമായി രാധാ സഹസ്രനാമം. അപ്പൊ ഒരു മാതാജി എന്നോട് പറഞ്ഞു ചൊല്ലൂന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. ഞാൻ ചൊല്ലിയിട്ടില്ല, ഇതുവരെ തുടങ്ങിയില്ല. അതിനു മുമ്പ് എന്തായാലും പ്രഭുജി എനിക്ക് ആ സംശയം തീർത്തു. എന്നുള്ള വളരെ സന്തോഷം. താങ്ക് യു. ഹരേ കൃഷ്ണ.